ഒന്നിന്റെ ബാക്കിയായിട്ട് ബാക്കിയായിട്ടാണ് വരുന്നത്. ഓരോന്നും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററുകളും പഠിച്ചു വന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ALD ചൈൽഡ്ഹുഡിലാണ്. അതിന്റെ മുന്നത്തെ പാഠഭാഗത്തിന്റെ ബാക്കി തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലും തന്നെ ALD ചൈൽഡ്ഹുഡിൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ആണ് വരുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ മുന്നിലെ ക്ലാസ്സിലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം. അതില് ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ഫിസിക്കൽ, psychological, cognitive and linguistic development of infancy were also discussed in detailed. ഇത് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതില് this unit we will discuss the except the ALD childhood period. ALD ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇതില് നമുക്കറിയാം ഇൻഫാൻസിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം ആണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് തുടങ്ങുന്നത് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ 2 തരത്തിലുള്ള ചൈൽഡ്ഹുഡ് വരുന്നുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന 2 തരത്തിലാണ് നമ്മുടെ ഈ ഒരു സെഷൻ വരുന്നത്. അതില് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 വയസ്സ് വരെയാണ്. അതിൽ ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 മുതൽ നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി ആവുന്നത് വരെയുള്ള ഒരു കാലഘട്ടം ആണ് എന്നാണ് പറയുന്നത്. ഇതില് കാര്യമായിട്ട് നമുക്ക് വരുന്നത് പ്രീ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് തൊട്ട് അവരുടെ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമ്മുടെ ഒരുപാട് വ്യക്തിത്വ വികാസം അവരിൽ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അതിനെ അവരെ സഹായിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അതിൽ കുടുംബത്തിലെ രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സുമാണ് അവരെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഇതിൽ തന്നെ നമുക്ക് 4 വിധം ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതില് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ചൈൽഡ് സൊസൈറ്റി സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നതാണ്. അതില് ചൈൽഡ് സോഷ്യൽ ഹിസ്റ്ററി, അടുത്തത് കൾച്ചർ, അടുത്തത് പ്ലേസ്, നെക്സ്റ്റ് ബയോളജിക്കൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് 4 തരത്തിൽ നമുക്കിതില് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിന് ഫസ്റ്റ് പറയുന്നത് ചൈൽഡ് സോഷ്യൽ ഹിസ്റ്ററി ആണ്. അതില് ദ ചൈൽഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കം ഫ്രം ദ സൊസൈറ്റി ആൻഡ് ദോസ് എക്സ്പീരിയൻസ് ആർ സൂപ്പർവൈസ്ഡ് ബൈ ദ പാരന്റ്സ് ഓർ ടീച്ചേഴ്സ്. അവരുടെ ഈ പ്രായത്തിലുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങൾ നോക്കുന്നത് ആരൊക്കെയാണ്? അത് സൂപ്പർവൈസ് ചെയ്യുന്നത് പാരന്റ്സും ടീച്ചേഴ്സും ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൾച്ചറലിൽ പറയുന്നത് ദ ചൈൽഡ് ഈസ് കൺസേൺഡ് ദ എംബഡി ദ ടിപ്പിക്കൽ ഓർ ഐഡിയൽ പേഴ്സണാലിറ്റി ഓഫ് ഹെർ കൾച്ചർ. അനുയോജ്യമായ ഒരു വ്യക്തിത്വം ഉള്ളവനായിരിക്കാൻ, ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്ലേസ് പറയുന്നുണ്ട്. ദ climate of place and time that beginning bring out some personality trials and leave others to receive എന്നാണ് അതിൽ ആ ഒരു ടൈമില് അവര് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏറ്റവും അതിൽ ലാസ്റ്റ് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ മേക്കപ്പ് ആണ്. ബയോളജിക്കൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ഫിഗർ, നമ്മുടെ മുഖത്തിന്റെ ഓരോ ഫിഗറുകൾ, ഫിസിക്കൽ ഗ്രോത്ത് റേറ്റ്, അതേമാതിരി ജെനറ്റിക്കൽ ആൻഡ് ടെമ്പറമെന്റൽ ക്യാൻ അഡ്വാൻസ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള വ്യക്തിത്വ വികസനം ഇതിനെ നമ്മളെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് നയിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Define and describe ALD childhood. Define and a minute.
ഇതിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് ഏർലി ചൈൽഡ്ഹുഡ്. ഫസ്റ്റത്തത് ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ ഡിഫൈൻ ഫ്രം അതർ പീരീഡ്സ് ഓഫ് ദ ലൈഫ് സ്പാൻ. സ്വഭാവം വിശദീകരിക്കുക, എങ്ങനെയൊക്കെ അവ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ്സ് വിച്ച് ഫേസ് ദ ചൈൽഡ്. നമ്മൾ ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഉള്ള ഹസാർഡ്സുകൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ഫിസിക്കൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, അതുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്. വൈജ്ഞാനികവും ഭാഷാപരവുമായ കാര്യങ്ങൾ എത്രത്തോളമാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി അടുത്തത് സ്ലൈഡ് ഒന്ന് മാറ്റാമോ സാർ? ഇനി അണ്ടർസ്റ്റാൻഡിങ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് അതിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോ നമ്മൾ ബുക്കിൽ നോക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് തിരുത്തി തരണം കേട്ടോ. അപ്പൊ മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്താണ് മീൻ ചെയ്യുന്നത്, ഏർലി ചൈൽഡ്ഹുഡ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് നമുക്കറിയാം ഈ ആളുകളെ ഈ ഒരു ചൈൽഡ്ഹുഡിനെ പറ്റി പഠിച്ച് ഒരുപാട് ആളുകൾ പഠനം നടത്തിയതിന്റെ ഫലമായിട്ട് ഈ ഒരു ഏജിനെ നമ്മള് പ്ലേ ഏജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് എത്ര വയസ്സ് വരെയാണ് നോക്കാം. ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻ ദ പീരീഡ് ഓഫ് ബർത്ത് ടു 8 years ഓഫ് ഏജ്. ആ 8 years വരെയാണ് ഏകദേശം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. എ ടൈം ഓഫ് റിമാർക്കബിൾ ബ്രെയിൻ ഡെവലപ്മെന്റ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സമയത്താണ് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. നമുക്കറിയാം നമ്മളെ ബ്രെയിനെ നമുക്ക് ഡെവലപ്മെന്റ് ഈ നടക്കുന്നത് പ്രായം ഇതാണെങ്കിൽ നമ്മള് എന്താണ് ബ്രെയിനിന്റെ ഗ്രോത്തുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്നാലും അതിന്റെ ഡെവലപ്മെന്റ് പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോ ഈ പ്രായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ ബ്രെയിന് 8 വയസ്സ് വരെയാണ് വളർച്ചയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് യുനെസ്കോയുടെ ഒരു ഇതിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് നോക്കാം. അതില് സ്ലൈഡ് ഒന്ന് മാറ്റാമോ സാറേ? ക്യാരക്ടറിസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കാട്ടോ. നമുക്ക് അറിയാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തത് ഞാനൊന്ന് വായിക്കാം. നമുക്ക് പെരുമാറ്റ പ്രശ്നങ്ങളാണ്. സം പാരന്റ്സ് ഫീൽ ദ ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതോ ശാരീരിക പ്രശ്നങ്ങൾ. സം ബിഹേവിയർ പ്രോബ്ലംസ് occur and the period of such obesity ആണ് പറയുന്നത്. നിഷേധാത്മകമായ വിരുദ്ധതയും കൂടി പ്രകടിപ്പിക്കുന്ന സ്വഭാവ രീതി നമ്മൾ ഈ ഒരു പ്രായത്തിൽ കാണുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് it is a toy age because most of the time children are engaged എന്താണ് കുട്ടികളുടെ ഒരു ടോയ് ഏജ് ആണ് അല്ലെ. ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ടോയ് ഏജ് ആണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ എന്താണ് എൻഗേജ്ഡ് ആവുന്നത് ടോയ്സിന്റെ കൂടെയാണ് അല്ലെ. കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. വിദ്യാഭ്യാസത്തിനും കളിപ്പാട്ടങ്ങൾക്കും ആണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അതിൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ആൽബർട്ട് ബെന്തുരയുടെ. അത് നമ്മുടെ ബുക്കിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ആൽബർട്ട് ബെന്തുരയുടെ ഒരു എക്സ്പെരിമെന്റ് അവർ നടത്തി. കുറച്ച് കുട്ടികളെ 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് അതില് ആ 2 ഗ്രൂപ്പിന് 2 തരത്തിലുള്ള വീഡിയോ അതില് അവർ കൊടുത്തത് ഒരു ടോയ് ഒരാള്
ആദ്യത്തെ വീഡിയോയിൽ അവർ കാണിച്ചത് ഒരു ടോയിയെ അവർ നന്നായിട്ട് ആക്രമിക്കുന്നതും അതിനെ ബുദ്ധിമുട്ടിക്കുന്നതും ഒക്കെയാണ് കാണിച്ചത്. അടുത്ത ഗ്രൂപ്പിനെ അതിനെ താലോലിക്കുന്നതും കളിപ്പിക്കുന്നതും അതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുന്നതും സ്നേഹത്തോടെ പെരുമാറുന്നതും ഒക്കെ അവര് കാണിച്ചു. ഈ രണ്ട് ഗ്രൂപ്പിലും അവരിലെ മെന്റൽ ഗ്രോത്ത് എങ്ങനെയാണെന്ന് അവർ നോക്കി. അപ്പൊ അതിൽ വന്നത് ഈ ബുദ്ധിമുട്ടായിട്ട് കാണിച്ച ആ കുട്ടികൾ അതേ രീതിയിൽ തന്നെ ടോയിനെ കിട്ടുമ്പം ബിഹേവിയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യമല്ല, നമ്മൾ ഒരു എക്സ്ട്രാ അതിലേക്ക് കൂട്ടിച്ചേർത്തൊരു കാര്യമാണ്. പിന്നെ അടുത്തത് ദിസ് പീരീഡ് വെൻ ചൈൽഡ് കൺസിഡർഡ് ഫിസിക്കലി ആൻഡ് മെന്റലി ഇൻഡിപെൻഡന്റ്. അവര് ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻ ആർ ബിക്കം ഓഫ് സെൽഫ് സഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ സെൽഫ് ആയിട്ട് അവർ നിൽക്കാൻ പഠിക്കുന്നു. ഡെവലപ്മെന്റ് സെൽഫ് എസ്റ്റീം, നമ്മള് വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഈ രീതിയിലാണ് പഠിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഫൗണ്ടേഷൻ സോഷ്യൽ ബിഹേവിയർ ആണ്. ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ ആണ് നെക്സ്റ്റ് പറയുന്നത്. പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്പ് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇത്രയും ഡെവലപ്മെന്റുകൾ ഫിസിക്കൽ ആയിട്ടും കോഗ്നിറ്റീവ് ലെവലിലും ചിന്താരീതിയിലും ഇമോഷണൽസ് അതുപോലെ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഇത്രയും കാര്യങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇനി സാർ ഒന്ന് സ്ലൈഡ് ഒന്ന് മാറ്റണേ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹസാർഡ്സ് ആണ്. ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടുകൾ അല്ലെ, ബുദ്ധിമുട്ടുകൾ. ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹസാർഡ്സ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഹസാർഡ്സുകളാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കൽ ഹസാർഡ്സും ഒന്ന് സൈക്കോളജിക്കൽ ഹസാർഡ്സും. രണ്ട് തരത്തിലുള്ള ഹസാർഡ്സുകളാണ് ഉള്ളത്. അതിൽ ഫിസിക്കൽ ഹസാർഡ്സ് തന്നെ 3 തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ഇൽനെസ്, ഒന്ന് ആക്സിഡന്റ്, ഒന്ന് ഒബേസിറ്റി. ഈ 3 തരത്തിലാണ് നമ്മൾ ഫിസിക്കൽ ഹസാർഡ്സിനെ പറയുന്നത്. അതിൽ ഇൽനെസ്സിൽ വരുന്നത് കുട്ടികളുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ 2 വയസ്സ് മുതലുള്ള കുട്ടികളെ, അതിന് മുന്നേയുള്ള കുട്ടികൾക്കും അസുഖങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. Children who are risk for an extended time fall behind in their learning of skills needed for play and other activities. അവര് അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഫിസിക്കലായിട്ടും ലേണിംഗ് ടൈമിലൊക്കെ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നു. അവർ ബാക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു കാര്യം വരുന്നത് ആൺകുട്ടികളിലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം പെൺകുട്ടികൾ കുറച്ചും കൂടി വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതം പൊതുവേ നമ്മൾ പറയാറുണ്ട്. ആൺകുട്ടികളിൽ നേരെ മറിച്ച് അവർക്കും കുറച്ചും കൂടി വികൃതി കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളിലാണ് ഈ ഒരു വരുന്നതെങ്കിലും അപകടങ്ങൾ നമുക്ക് പല രീതിയിലും വരാം. ഇതിൽ വരുന്നത് നമുക്ക് പറയാം, സം ആൾസോ ഗെറ്റ് എ ഫിസിക്കൽ ആക്സിഡന്റ് വിച്ച് മേ ഡിസേബിൾ ദം ടെമ്പററിലി ഓർ പെർമനന്റ്ലി. ഇപ്പൊ ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നിട്ട് ബുദ്ധിമുട്ട് വരുന്നൊരു പ്രായം ഈ ഒരു പ്രായത്തിലാണ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒബീസിറ്റി ആണ്. ഒബീസിറ്റി നമുക്കറിയാം അമിതവണ്ണാണ് ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെ. ആ ഒബീസിറ്റിയിൽ തന്നെ നമ്മൾ ശരിക്കും 3 തരത്തിലുള്ള ഒബീസിറ്റി നമുക്ക് ഇടയിലുണ്ട്. അത് അടുത്ത പേജിൽ നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ പഠിക്കുന്നത് എൻഡോമോർഫിക് ആൻഡ് മെസോമോർഫിക് എന്ന് പറയുന്ന 2 രീതിയാണ്. അപ്പോ എൻഡോമോർഫിക് എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ശരീരം തടി വെച്ച കുട്ടികളെ കുറിച്ചാണ് എൻഡോമോർഫിക് എന്ന് പറയുന്നത്. മെസോമോർഫിക് എന്ന് പറഞ്ഞാല് കുറച്ച് ബോഡി ബിൽഡ് ആയിട്ടുള്ള കുറച്ച് ഒതുങ്ങിയ പ്രകൃതം എന്ന് പറയുന്ന തരത്തിലുള്ള കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒബേസിറ്റി ഈസ് ആൾവേസ് ഹസാർഡ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ഇയർ.
children with endomorphic body builds tends as a group to have more problems with obesity than do those who have a mesomorphic body build എന്നാണ് ഈ ഒരു ഒബീസിറ്റി എന്ന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഹസാർഡ് ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഹസാർഡ്സിൽ രണ്ട് വിധാണ്, ഒന്ന് ഫിസിക്കലും ഒന്ന് സൈക്കോളജിക്കലും ആയിട്ടുള്ളതാണ്. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതിനെ തന്നെ നമുക്ക് നാലായിട്ട് തിരിക്കാവുന്നതാണ്. അതിൽ സ്പീച്ച് ഹസാർഡ് ആണ് ഫസ്റ്റ് വരുന്നത്. സ്പീച്ച് ഹസാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവർക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇൻഫോറിയറ്റീവ്സ് അവർക്ക് ഫീൽ ചെയ്യും, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒരുപാട് കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ പെട്ടെന്ന് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പൊ ചില പാരന്റ്സ് ശരിക്കും അങ്ങനെ മിങ്കിൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ കുട്ടികളുടെ ഈ ഒരു ഡെവലപ്മെന്റിന് നമുക്ക് എന്താണ് സമയം വൈകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ നമുക്ക് സ്കൂളിൽ ചേർക്കുന്ന സമയത്തായാലും ഒക്കെ ഈ കുട്ടികൾ പഠനത്തിൽ കുറച്ച് ബാക്കിൽ അല്ലെങ്കിൽ സംസാര രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇനി അടുത്തത് പറയുന്നത് സോഷ്യൽ ഹസാർഡ്സ് ആണ്. ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് കുട്ടികളിൽ വരുന്ന വേർതിരിവുകള്, പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുണ്ട് എന്നൊരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാവുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റി നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. കാരണം ഉള്ളിൽ കഴിവുകൾ ഉണ്ടായിട്ടും അത് പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന കുട്ടികളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ കുട്ടികൾ വരാം, അവർക്കൊരു ലാഗ് ഫീൽ ചെയ്യാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത്, ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾക്ക് വരുന്നത്. പിന്നെ പ്ലേ ഹസാർഡ് ആണ്. പ്ലേ ഹസാർഡ് എന്ന് പറഞ്ഞാല് അവര് കൂടെ കളിക്കുന്ന, ഇപ്പൊ നമ്മളറിയാം ചില കുട്ടികൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് മറ്റുള്ള കുട്ടികളിൽ നിന്ന് കുറച്ച് മാറി മാറി ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പൊ കൂടെ കളിക്കാന് അവർക്കൊരു മടി ഉണ്ടാവും, കൂട്ടത്തിൽ കൂടാനും മടിയുള്ള കുട്ടികൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റു കുട്ടികൾ മാറ്റി നിർത്തപ്പെടുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് സോഷ്യൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ആ കഴിവ് ഇല്ലാത്തത് ഈ മുകളിൽ പറഞ്ഞ സ്പീച്ചിന്റെ പ്രശ്നത്തിലൊക്കെ നമുക്ക് വരാം. കൂടുതൽ സംസാരിക്കാത്ത കുട്ടികളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം, കൂട്ടത്തിൽ കൂട്ടാത്ത സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് പറയുന്നത് മറ്റു കുട്ടികൾ റിജക്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള കുട്ടികളെ മറ്റു കുട്ടികൾ റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിൽ വരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ഭാഗം മോറൽ ഹസാർഡ് ആണ്. മോറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ മോറൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഒരു ഭാഗം ആണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അതില് നമുക്ക് ഈ കുട്ടികൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കാം, ശരിയും തെറ്റും എന്താണെന്ന് ബോധ്യം ഉണ്ടായിരിക്കാം. ഇപ്പം ഇപ്പൊ നമ്മൾ കുട്ടികളെ എന്താ പറയാ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തമ്മിൽ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തല്ല് കൂടുന്നതൊക്കെ അറിയാം. ഇപ്പൊ ചില കുട്ടികൾ ഈ നന്നായിട്ട് ചിന്തിച്ച് ശരിയും തെറ്റും അറിയുന്ന കുട്ടികൾ എന്താണ് അതിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ നല്ലത് എന്താണ് അതിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്യുക, അല്ലെ? അങ്ങനെ ഉള്ള ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു പീരീഡിൽ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അത്തരം കുട്ടികളെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. അത്രയാണ് നമുക്ക് ഈ ഹസാർഡ്സിൽ പറയാനുള്ളത്. നമുക്ക് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ് ആണ്. അതില് ഫിസിക്കലിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു, ഇൽനെസ്, ആക്സിഡന്റ് ആൻഡ് ഒബീസിറ്റി. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ സ്പീച്ച് ഹസാർഡ്, സോഷ്യൽ ഹസാർഡ്, പ്ലേ ഹസാർഡ്, അതുപോലെ മോറൽ ഹസാർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഈ ഒരു പേരുകൾ മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാം. ഇനി അടുത്തത് സറാ സ്ലൈഡ് ഒന്ന് മാറ്റൂ. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി അടുത്തത് ഗ്രോത്ത് ആണ് പറയുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആണ് പറയുന്നത്. ഗ്രോത്തും ഡെവലപ്മെന്റും. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് നമ്മുടെ ചേഞ്ച് ഇൻ ബോഡി, നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ഗ്രോത്ത് ആയി പറയുന്നത്. ഡെവലപ്മെന്റ് രണ്ടും ഒന്നാണെന്ന് തോന്നും, എന്നാൽ അതിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം growth and development are കോംപ്ലിമെന്ററി പ്രോസസ്. അതെന്താണ്? പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ബോഡിലി ചേഞ്ച് ദ ക്വാളിറ്റിവിറ്റി വേ സച്ച് ആസ് height and weight, and development indicates the change in both in qualitative and quantitative way എന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ നമുക്ക് എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുള്ളത് ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുന്നത് നമ്മൾ ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ആദ്യം ഓരോരോ സ്റ്റേജ്. ആദ്യം ഇരിക്കാൻ പഠിക്കും, പിന്നെ നടക്കാൻ പഠിക്കും, അവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽക്കാൻ പഠിക്കും, പിന്നെ നടക്കാൻ പഠിക്കും, പിന്നെ എന്ത് ചെയ്യും? ഓടാൻ പഠിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേജുകളാണ് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് 5 സ്റ്റേജ് പറയുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോളോ ആൻഡ് ഓർഡർലി സീക്വൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഘട്ടങ്ങൾ, പിന്നെ ഈച്ച് ചൈൽഡ് നോർമലി പാസ്ഡ് ത്രോട്ട് എ നമ്പർ ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ there are individual difference age and pattern of development. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. അതിന്റെ മീനിങ് പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ തോട്ട് the human being development an unfilled whole, yet each part of the body develop and deficient rate. അടുത്തത് 5ാമത്തെ ഡെവലപ്മെന്റ് പറയുന്നത് ഡെവലപ്മെന്റ് എസെൻഷ്യലി ദ റിസൾട്ട് ഓഫ് എൻകറേജ് ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ലൈഫിലെ എക്സ്പീരിയൻസുകളാണ്. എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും? മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ALD ചൈൽഡ്ഹുഡ് ആണ്. സാർ അതിന്റെ സ്ലൈഡ് ഒന്ന് മാറ്റാവോ? ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളിൽ വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജുകളിലായിട്ട് വരുന്ന ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ഇതിൽ എറിക്സണും കോൾബർഗ് ആൻഡ് പിയാഷെ ബോൺഫെൻ ബെന്നർ എന്നിവര് ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടികളെ കുറിച്ചുള്ള ഡെവലപ്മെന്റ്, ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ 4 പേരാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് വരുന്നത് ഹൈറ്റ് വരുന്ന, വെയിറ്റ്, ബോഡി ബിൽഡ്, മോട്ടോർ സ്കിൽസ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ബോഡി പ്രൊപ്പറേഷൻ ആൻഡ് ഷേപ്പ്, പിന്നെ ടീത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാൻ വരുന്നത്. നമുക്കറിയാം ഹൈറ്റില് വരുന്നത് ഗ്രോത്ത് റേറ്റ് സ്ലോസ് ഇൻ ദ ആവറേജ് ചൈൽഡ് ഇൻ ദ സ്റ്റേജ് ഗ്രോസ് 21/2 inches in height and 5 to 7 pound of year per year. അതില് ഹൈറ്റ് ഓരോ കുട്ടിയും ഇയറിൽ വരുന്ന മാറ്റങ്ങള് 21/2 അതേപോലെ 5 and 7 pound എന്ന രീതിയിലാണ് ആ കുട്ടികളുടെ മാറ്റം ഒരു ഇയറിൽ നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി വെയിറ്റിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് the average annual increase in weight in 3 to 5 pound എന്നാണ് പറയുന്നത്. at age 6 children should again weight approximately 6 times as much as the did at birth. The average girl weight 48.5 pound and the average boy weight 49 pound. Body fat declines during
പ്രീ സ്കൂൾ ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇയർലി 3 മുതൽ 5 പൗണ്ട് വരെ നമുക്ക് ഈ കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ വെയിറ്റ് 48 പൗണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ വെയിറ്റ് പറയുന്നത്. പിന്നെ ബോഡി ബിൽഡ് ആണ് പറയുന്നത്. ബോഡി ബിൽഡിൽ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ബോഡിയിൽ ചേഞ്ചസ് ആണ് വരുന്നത്. അതിൽ എൻഡോമോർഫിക് ആൻഡ് മീസോമോർഫിക്, എക്ടോമോർഫിക്, ഇത്രയും ആണ് ഈ ഒരു ഭാഗത്തിൽ 3 തരത്തിലുള്ള ബോഡി ബിൽഡ് ആണ് വരുന്നത്. അതിൽ എൻഡോമോർഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തടിച്ച പ്രകൃതമുള്ള ആളുകളാണ്. മീസോ മോർഫിക് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡ് കുറച്ച് ഒതുങ്ങിയ പ്രകൃതമുള്ള ആളുകളാണ്. പിന്നെ അതുപോലെ എക്ടോമോർഫിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പറ്റ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എക്ടോമോർഫിക് എന്ന് പറയുന്നത്. 3 തരത്തിലാണ് നമ്മൾ ഈ കുട്ടികളുടെ ബോഡിയെ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇനി മോട്ടോർ സ്കിൽസ് ആണ്. ഇപ്പൊ മോട്ടോർ സ്കിൽസിൽ എന്താണ് പറയുന്നത്? ഓടുക, ചാടുക, ജമ്പിങ്, ഇങ്ങനെ തുടങ്ങിയ നമുക്ക് ഇല്ല സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് അടുത്തത് വരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഈസ് ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഗ്രോത്ത്. ബ്രെയിനിന്റെ നെർവസ് സിസ്റ്റത്തിനും നമ്മൾ ഗ്രോത്ത് ഈ ഒരു സമയത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഈസ് ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഗ്രോത്ത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ബോഡി പ്രൊപ്പറേഷൻ ആൻഡ് ഷേപ്പ്. ദ ആവറേജ് പ്രീ സ്കൂൾ ചൈൽഡ് റിക്വയർഡ് 1700 കലോറീസ് പെർ ഡേ. ഒരു പ്രീ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര കലോറീസ് വേണം? 1700 കലോറീസ് വേണം. വിൽ ബാലൻസ് ദ മീൽസ് ആർ ഇമ്പോർട്ടന്റ് ഇൻ സ്റ്റേജ്. ആ സമയത്ത് ഇത്രയും നമ്മുടെ ശരീരത്തിന് കിട്ടൽ എന്താണ്? അത്രയും സ്റ്റേജ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടും ഈ സമയത്ത് കിട്ടണം എന്നാണ് പറയുന്നത്. അതില് ബോഡി ഷേപ്പ് ആൻഡ് ഇത്രയും ഇത് കിട്ടിയാലാണ് ആ കുട്ടികൾക്ക് എന്തുള്ളൂ, അവരുടെ ബോഡി ആ ഒരു രീതിയിലേക്ക് ഷേപ്പ് ആയാണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ടീത്ത് ആണ് പറയുന്നത്. നമുക്ക് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 to 6 months of the stage, during the first 4 to 6 months this stage, the last for baby teeth, the back morally erpert during the last half year of early childhood. The baby teeth began to replace by permanent teeth. നമുക്ക് 4 വയസ്സ് മുതൽ 2 വയസ്സ് മുതൽ 4 to 6 മാസം മുതലാണ് ഈ കുട്ടികൾക്ക് 8 മാസം മുതലാണ് നമുക്ക് ഈ കുട്ടികൾക്ക് ടീത്ത് വന്നു തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്. ഇതില് പെർമനന്റ് ടീത്ത് പാൽപ്പല്ല് പോയിട്ട് പെർമനന്റ് ടീത്ത് വരുന്ന ഒരു പ്രായം കൂടി ഈ ഒരു ഏജിലാണ്, ഈ ഒരു 8 വയസ്സിന്റെ ഉള്ളിലാണ് വരുന്നത് എന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് സ്ലൈഡ് ഒന്ന് മാറ്റാമോ സാറേ? സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആണ് ഇതിൽ നമ്മുടെ പുസ്തകത്തിൽ വന്നിട്ടുള്ളത്. സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈക്കോ സോറി അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ചുള്ള എറിക്സന്റെ ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. കുട്ടികൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഈ ഒരു സമയത്ത് നോക്കുന്നു. ഇപ്പോ അതേപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന സമയത്ത് സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അത് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നതിൽ ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഇപ്പൊ സ്കൂളിൽ വരുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അവർക്കൊരു സമ്മാനം കൊടുക്കാനും ഒക്കെ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്
എന്നാണ് പറയുന്നത്. പിന്നെ സ്വന്തമായി കാര്യങ്ങൾ നോക്കാനുള്ള ഒരു വ്യഗ്രത ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് വരുന്നത്. തോട്ടുകൾ വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ഫീലിങ്ങുകൾ വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കുട്ടികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. 2 വയസ്സ് മുതലുള്ള പ്രായത്തിലാണ് ഇമോഷൻസ് ഒക്കെ അവർ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ട് സക്സസ്ഫുള്ളി ആയിട്ട് ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യും എന്നാണ് ഈ പഠനത്തിലൂടെ പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഇത് കുട്ടിക്ക് അറിയുന്ന ഒരു കാര്യമല്ല ഒരിക്കലും. കുട്ടി ഞാൻ ഈ സ്റ്റേജൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് കുട്ടിക്ക് അറിയുന്ന കാര്യമല്ല. പക്ഷെ നന്നായിട്ട് നമ്മൾ വളർത്തി കൊണ്ടുവരുന്നത് പാരന്റിന്റെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവ് ഇതിൽ വേണം എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്തരം കുട്ടികളെ നമ്മൾ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഈ സ്റ്റേജുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരാവണ്ണം ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബിഹേവിയറിൽ അത് പ്രകടമാകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ കുട്ടിക്ക് അതാത് പ്രായത്തിൽ വേണ്ട കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം ആ കുട്ടിയിൽ ഉണ്ടാവും. പിന്നെ അല്ലാത്ത കുട്ടികൾക്ക് എന്താണ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാം. കാരണം ഇതിൽ നിന്നൊക്കെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ, കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ശ്രദ്ധ കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സ്റ്റേജ് ഇത്ര നന്നായിട്ട് അവർക്ക് കൈകാര്യം ചെയ്തു പോവാൻ കഴിയില്ല. അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്വഭാവത്തിൽ അത് കാണും എന്നുള്ളതാണ് പറയുന്നത്. ആ കുട്ടികൾ എല്ലാത്തിലും ബാക്ക്വേർഡ് ആയിട്ട് മാറും. ഇപ്പൊ നമുക്കറിയാം ഒരു കുടുംബത്തില് ഒരു 3-4 കുട്ടികൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ മൂത്ത കുട്ടിയാണെങ്കിൽ താഴെയുള്ള കുട്ടി വരുന്ന സമയത്ത് മൂത്ത കുട്ടിയെ കുറച്ച് ശ്രദ്ധയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2-3 കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഏജ് ഡിഫറൻസിലൊക്കെ ആണെങ്കിൽ ഈ മൂത്ത കുട്ടീനെ രണ്ടാമത്തെ കുട്ടീനെയൊക്കെ നമുക്ക് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടി സ്വന്തമായിട്ടുള്ളൊരു ഡെവലപ്മെന്റിലായിരിക്കും പോവുക. ഒരു പക്ഷെ അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെ വന്നിട്ട് ഇവരൊരു ഇൻട്രോവേർട്ട് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ എന്താണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ഒരു ഫീല് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഈ ഒരു പാഠഭാഗത്തില് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഇത്തരം കുട്ടികൾക്ക് നന്നായിട്ട് ഈ ഒരു സ്റ്റേജ് ചെയ്ത കുട്ടികൾക്ക് എന്താണ് സോഷ്യൽ സിറ്റുവേഷൻ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു എബിലിറ്റി കൂടി കിട്ടുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു പാഠഭാഗത്തിലേക്കാണ് സാർ സ്ലൈഡ് ഒന്ന് മാറ്റണേ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോറി ഇതിലൊരു സ്ലൈഡ് വിട്ടു പോയിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയിലുള്ള ഒരു പാഠഭാഗം ഉണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ്. കോഗ്നിറ്റീവ് അവരുടെ ചിന്താപരമായ വൈജ്ഞാനികപരമായ വികാസത്തെ കുറിച്ചുള്ള ഒരു ഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പൊ ആ ഇതില് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പുസ്തകം കിട്ടാത്ത ആളുകൾ കേട്ടോ, കിട്ടിയ ആളുകളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. അപ്പൊ അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഓരോ സ്റ്റേജ് വരുമ്പോഴും നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഇത് എഴുതാൻ കിട്ടും. പക്ഷെ ഈസി ആണെന്ന് കരുതി ഒരിക്കലും നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കിലേക്ക് ഇടാൻ പാടില്ല. ഇങ്ങനത്തെ വിഷയങ്ങളാണ് നമുക്ക് ഏറെ ബുദ്ധിമുട്ട് വരിക. നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മൾ ഈസി ആയിട്ട് വെച്ചതാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു. അതിൽ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം കൂടി നമുക്ക് ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തിയാണ്ട് പറഞ്ഞു തരാനും കൂടി ഞാൻ നിങ്ങളടുത്ത് പറയാണ്. ഇപ്പൊ നമുക്കറിയാം വൈജ്ഞാനിക വികാസം എങ്ങനെ, അത് 2 തരത്തിലാണ്. ജീൻ പിയാഷയുടെ തിയറിയിലാണ് ഇപ്പൊ നമ്മൾ ഇത് പറയുന്നത്. ഒന്ന് അസിമുലേഷൻ, ഒന്ന് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് 2 തരത്തില് നമ്മൾ പറയുന്നുണ്ട്. അസിമുലേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മൾ ഒരു കുട്ടിയില്
നമ്മളൊരു കുട്ടിയില് ഒരു കാര്യം ഇപ്പൊ ചെറിയൊരു കുട്ടിക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ചെറിയ ഏജുള്ള ഒരു കുട്ടിക്ക് പൂച്ചേനെ കാണുന്നു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പൂച്ചേനെ കാണുന്ന സമയത്ത് അത് പൂച്ചയാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പൂച്ചയാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മറ്റൊരു പൂച്ചയെ കാണുമ്പോൾ അത് പൂച്ചയാണ് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം. അതിലപ്പുറത്തേക്ക് ഒരിക്കലും ആ കുട്ടിക്ക് വേറൊരു കാര്യം അതിലേക്ക് അറിയാൻ പറ്റില്ല. കൂടുതലൊന്നും ആ കുട്ടിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിത്രം മാത്രമാണ് ഉണ്ടാവുക. കാരണം ആ ഒരു പൂച്ചയെ കാണുമ്പോൾ അത് പൂച്ചയാണ്. ആ മനസ്സിൽ പതിഞ്ഞ ആ ചിത്രം മാത്രമാണ് ആ സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പൊ അതിലേക്ക് നമ്മള് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ മറ്റൊരു ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ, മറ്റൊരു കുട്ടി നേരിട്ട് വേറൊരു പൂച്ചയെ കാണുമ്പോൾ അതിന് എന്തൊക്കെയുണ്ട്, ആ പൂച്ചേനെ കുട്ടി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അതിന് രണ്ട് കണ്ണുള്ളതായിട്ട് ആ കുട്ടിക്ക് അറിയാൻ പറ്റും, അതിന് 4 കാലുള്ളതായിട്ട് ആ കുട്ടിക്ക് അറിയാൻ പറ്റും, അതിനൊരു വാലുള്ളതായിട്ട് കുട്ടിക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ കുട്ടി പഠിച്ചു വെക്കുന്നു. ഈ ഒരു പൂച്ചയ്ക്ക് ഇതൊക്കെ ഉണ്ട്. ഇനി അതേ സമയം ആ കുട്ടി ഒരു നായ്ക്കുട്ടിനെ കാണുമ്പോഴും ആ കുട്ടി മ്യാവു എന്ന് തന്നെയാണ് ഫസ്റ്റത്തെ സ്റ്റേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പിന്നെ നമ്മൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് അത് മ്യാവു അല്ല ബൗബൗ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താലേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് കുട്ടി ഡെവലപ്പ് ആയിട്ട് വരികയുള്ളൂ. ഇങ്ങനെ കൊടുക്കുന്ന ഓരോ അറിവിനെയും നമ്മൾ അസിമുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അക്കോമഡേഷൻ എന്നൊരു സ്റ്റേജ് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഉള്ള ചിന്തയിൽ നിന്ന് ഇപ്പൊ ഈ കുട്ടിന്റെ അടുത്തുള്ള ചിന്ത എന്താണ്, ഇതില് നായയാണ്, ഇതിന് നായക്ക് വേറെ പൂച്ചയാണ്, ആ പൂച്ചക്ക് ഇത്രയും ഭാഗങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. ഇനി അക്കോമഡേഷൻ എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ ഉള്ള ചിന്തയിൽ നിന്ന് നമ്മൾ അതിനെ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്നതിലേക്ക് പറയുന്നത്. കാരണം അത് പൂച്ചയല്ല, നായയാണ്. നായക്കിനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയുമ്പോൾ അത് നായയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു വെജിറ്റബിൾ കാണിച്ചു കൊടുക്കുകയാണ്, പിന്നെ അതിന് പഴങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇന്ന പഴമാണ്, ഇത് ആപ്പിളാണ്, ഇത് ബനാനയാണ് എന്നുള്ളൊരു വേർതിരിവ്. അല്ലാത്തത് എല്ലാം കുട്ടിക്ക് ഒന്ന് തന്നെയാണ്. ഇപ്പൊ പൂച്ചേനെ കാണിച്ചു കൊടുത്ത പോലെ തന്നെ ഒരു പഴം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ എന്ത് കാണുമ്പോഴും കുട്ടിക്ക് ആ ഓറഞ്ച്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ചിനെ കാണിച്ചു കൊടുത്താൽ നമ്മളൊരു ആപ്പിൾ കാണിച്ചു കൊടുക്കുന്ന സമയത്തും നമ്മൾ ആ കുട്ടി എന്ത് പറയുന്നു, ഓറഞ്ച് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താണോ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് അത് മാത്രം ആണ് എന്നാണ് ആ കുട്ടി കരുതുക. ഇപ്പൊ ഈ അക്കോമഡേഷൻ എന്ന സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇത് ആപ്പിൾ ആണ് എന്നും ഇത് ഓറഞ്ച് ആണ് എന്നും അത് ബനാനയാണ് എന്നും കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ 2 സ്റ്റേജ് നമുക്ക് പറയുന്നത്. പിന്നെ അതിൽ തന്നെ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിലും പിയാഷേന്റെ തിയറി തന്നെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പറയുന്നത്. അതിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അത് ബർത്ത് ടു 2 years ആയിട്ടാണ് പറയുന്നത്. പിന്നെ പ്രിപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 മുതൽ 7 വരെയുള്ള ഇയേഴ്സിലാണ് പറയുന്നത്. പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊരു സ്റ്റേജ് വരുന്നുണ്ട്. ആ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന സ്റ്റേജ് പറയുന്നത് 11 to above എന്ന രീതിയിലാണ് പിയാഷെ നമുക്ക് പറഞ്ഞു തരുന്നത്. അറ്റ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലേ ഏജ് ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് അടുത്തത് ലാംഗ്വേജ് ഈസ് യൂസ് മെച്യൂർ ആൻഡ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ ആർ ഡെവലപ്മെന്റ്. ഈ ഒരു പ്ലേ ഏജിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് മൊത്തം നടക്കുന്നത്. തിങ്കിങ് ഈസ് നോൺ ലോജിക്കൽ ആൻഡ് നോൺ റിവേഴ്സബിൾ എന്നും കൂടി ആ ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരു സാധനത്തിന് ഇപ്പൊ നമുക്കറിയാം മറ്റൊരു സ്റ്റേജ് പറയുന്നത്
സിംബോളിക്കൽ റീസണിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേജ് പറയുന്നുണ്ട്. ഫ്രം ടു 4 ഇയേഴ്സിലാണ് അത് വരുന്നത്. 2 for 7 ഇയേഴ്സിൽ ഓഫ് ദ ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻവൈറ്റ് തോട്ട്. അവര് ആ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്? തോട്ടുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. തോട്ടുകൾ ഒരുപാട് അവർക്ക് കിട്ടി തുടങ്ങുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഈഗോസെൻട്രിസം എന്ന് പറയുന്ന സ്റ്റേജില് നമ്മൾ കാണുന്ന ഇപ്പൊ രണ്ട് കുട്ടികളെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം രണ്ട് കുട്ടികളെ അവര് കാണുന്ന, ഇപ്പൊ നമ്മളൊരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്നതും മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ഒരാൾ കാണുന്നതിലാവൂല മറ്റേ ആൾ കാണുന്നത്. ഇതിലും നമുക്കൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതില് രണ്ട് കുട്ടികളെ ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം രണ്ട് കുട്ടികളെ ഇരുത്തിയിട്ട് 2-3 മൺകൂനയാക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോ ഒരു കുട്ടി ഇരിക്കുന്നത് ആ നടുവില് വെച്ച മൺകൂനയുടെ അടുത്തും, മറ്റപ്പുറത്തിരിക്കുന്ന കുട്ടി 2 മൺകൂന അപ്പുറോ ഇപ്പുറോ വെച്ചിട്ട് ഈ നടുവിലെ മൺകൂനയും കാണുന്ന രീതിയിലും ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ വരുന്നത്. ആ എക്സ്പെരിമെന്റില് ഈ ഒരു ഭാഗത്തിരിക്കുന്ന എ എന്ന് പറയുന്ന നടുവിലത്തെ മൺകൂനയുടെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ വ്യൂ പോയിന്റ് എന്താണ്? ഈ മുന്നിലിരിക്കുന്ന ഈ മൺകൂന മാത്രമേ ആ കുട്ടിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിനെയോ അതുപോലെ അപ്പുറത്തിരിക്കുന്ന 2 മൺകൂനയെയോ ഈ കുട്ടിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ബി എന്ന് പറയുന്ന അപ്പുറത്തിരിക്കുന്ന കുട്ടി കാണുന്നത് ഈ 3 മൺകൂനയെയും ഈ നടുവിലിരിക്കുന്ന മൺകൂനയെയും കാണുന്നുണ്ട്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയെ അവർ കാണുന്നില്ല. അപ്പം ഒരേ കാര്യങ്ങള് പല വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് ഇത്തരം ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ പറയുന്നത്. ഒരേ സാധനം തന്നെ പല രീതിയിൽ കുട്ടികൾ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്. ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ് നമുക്ക് പറയുന്നത് ഭാഷാപരമായിട്ടുള്ള വികാസമാണ്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ഒരു വികാസമാണ് പറയുന്നത്. അതിൽ പറയുന്നത് നമ്മുടെ കുഞ്ഞ് ബിഗിനിങ് ദ ഫസ്റ്റ് 3 ഇയേഴ്സ് ഓഫ് ലൈഫ്, ഒരു കുഞ്ഞിന്റെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് അവർക്ക് എന്ത് വേണം? ചിൽഡ്രൻ ഡെവലപ്മെന്റ് എ സ്പോക്കൺ വെക്കാബുലറി ഓഫ് ബിറ്റ്വീൻ 300 and 1000 വേർഡ്സ്. അതായത് ഒരു 3 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എത്ര വരണം? ഒരു നോർമൽ സ്റ്റേജിലുള്ള ഒരു കുഞ്ഞിനെ 3 വയസ്സാവുമ്പോഴേക്ക് 300 വേർഡ്സ് മുതൽ 1000 വേർഡ്സ് വരെ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ കുട്ടികളിലേക്ക് ഡെവലപ്മെന്റ് വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ നന്നായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജ് കവർ ചെയ്ത് പോകുന്ന ഒരു കുഞ്ഞായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ കുഞ്ഞിന് ഈ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അടുത്തത് പറയുന്നത് by age 5 child vocabulary is grow approximately 1015 words എന്നാണ് പറയുന്നത്. 5 years old are also able productive 5 to 7 word sentence പറയുന്നത്. അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് 1500 വേർഡ്സ് എന്താണ് അവർക്ക് മനസ്സിലാക്കിയിരിക്കണം. 1500 വേർഡ്സുകൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് 5 year old are also able to produce 5 to 7 words sentence. 5 to 5 വയസ്സുള്ള ഒരു കുട്ടി 5 to 7 വേർഡ്സ് സെന്റൻസ്, അതായത് ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു വേർഡ്സ് മൊത്തം അവർക്ക് പറയാൻ ഉള്ള ഒരു എബിലിറ്റി ഈ ഒരു പ്രായത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ലേൺ ടു യൂസ് ദ past tense, learn to use the past tense and
tell familiar stories using pictures and cues. ആ ഒരു ഫെമിലിയർ ആയിട്ടില്ല, അവർക്ക് പരിചയപ്പെട്ട അവർ പഠിച്ച ഒരു സ്റ്റോറി എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് പിക്ചറൈസ് ചെയ്യാനും അത് പറയാനും അവർക്ക് പറ്റണം. ഇപ്പൊ ഒരു പിക്ചർ നമ്മൾ കാണിച്ചു കൊടുക്കാണ്, ഇപ്പൊ ഒരു സ്റ്റോറിയുടെ ഒരു പിക്ചർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടി ഇനി അതിൽ നമുക്ക് അവർക്ക് വായിക്കാൻ ആ സമയത്ത് അക്ഷരങ്ങൾ പഠിക്കുന്ന ഒരു സമയമാവുകൊണ്ട് വായിക്കാൻ അവർക്ക് അറിയില്ല. പക്ഷെ ഒരു പിക്ചർ കണ്ടാല് അത് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനും ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആ പിക്ചറിലുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറി ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഇനി at the age of 6 years a child can learn consonants that are to be mastered. F, sh, s. അതായത് സ്വരങ്ങൾ അല്ലെ, സ്വരങ്ങൾ എന്ന് പറഞ്ഞാല് അപ്പൊ ഈ നമ്മൾ പറയാം ഇങ്ങനെയുള്ള ഈ അക്ഷരങ്ങളിലൂടെ വരുന്ന വാക്കുകളും ഇത്തരം ശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങളും ഈ കുട്ടികൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏജില് 6 ഏജില് ഈ കുട്ടികൾക്ക് കിട്ടി തുടങ്ങണം എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇത് നമുക്ക് അറിയാൻ പറ്റും, ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ LKG UKG അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ തന്നെ സൗണ്ടുകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് സൗണ്ടുകൾ നമുക്ക് പഠിച്ചു തുടങ്ങാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിലും പഠിച്ചു തുടങ്ങിയാൽ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നോർമലി ഉള്ള കുട്ടികൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ മറ്റുള്ള കുട്ടികൾക്ക് നമുക്ക് ആ സൗണ്ടുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ആ ശബ്ദത്തിലൂടെ അവരെ കൊണ്ടുപോകാനും നമുക്ക് എന്താണ് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ഒരു പ്രായത്തില് വരാം. എന്നാൽ നോർമലി ഒരു കുട്ടികൾക്ക് വേണ്ട എബിലിറ്റിയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. They should develop the concept of 7 and their speech should be completely. അപ്പോ നമ്മള് അവിടുന്ന് അങ്ങോട്ട് 7 മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് എന്താണ്, നമ്മൾക്ക് ഈ സ്പീച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 7 വയസ്സില് വ്യഞ്ജനാക്ഷരങ്ങളിൽ പ്രാവീണ്യം നേടി ഓപ്പോസിറ്റ് വേർഡ്സുകൾ പഠിക്കാന്, സിമ്പിൾ വേർഡ്സുകൾ ആൻഡ് സെന്റൻസുകളും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു 7 വയസ്സാവുമ്പോഴേക്ക് കുട്ടികളിൽ ഉണ്ടാവണം എന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ, ഈ ഒരു ലാസ്റ്റ് പാഠഭാഗത്തിൽ നമുക്ക് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം 7 years വരുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്താണ്, ഒരു പാഠപുസ്തകം നമ്മൾ വെച്ചു കൊടുത്താൽ, ഒരു പാഠഭാഗം വെച്ചു കൊടുത്താൽ അത് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് റൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും, ഇപ്പൊ ബോർഡിലേക്ക് നോക്കി റൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ആ കുട്ടിയിൽ, നോർമലി ഒരു കുട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. എനിക്ക് ലാംഗ്വേജ് ഇത്തിരി ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ചില വേർഡ്സുകൾ എനിക്ക് ഫെമിലിയർ അല്ലാത്ത ചില വേർഡ്സുകൾ വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയാണ്. ഇനി